Welcome to Complementary Electronics Semester 3 for BSc Main Physics students. Complementary Electronics Semester 3, and today we see multivibrators from the unit non-sinusoidal oscillators. Multivibrators, today's topic. What are multivibrators? അപ്പോൾ ഇന്ന് പറയുന്നത് നമ്മൾ മൾട്ടി വൈബ്രേറ്റർ എന്ന് പറയുന്ന ടോപ്പിക്കാണ് സെമിസ്റ്റർ 3 കോംപ്ലിമെൻ്ററി ഇലക്ട്രോണിക്സ്. You look here, classification of non-sinusoidal oscillators. Classification of non-sinusoidal oscillators. Non-sinusoidal oscillators are classified mainly into three. They are sawtooth generator, we have seen in the case of UJT, and multivibrator, blocking oscillator. Classification of non-sinusoidal oscillators. They are of three types: sawtooth generator, multivibrator, and blocking oscillator. അപ്പോൾ നോൺ സൈനുസോയ്ഡൽ ഓസിലേറ്റേഴ്സിൻ്റെ പ്രധാനപ്പെട്ട 3 ടൈപ്പുകളാണ്. ഒന്ന് ക്ലാസിഫിക്കേഷനാണ്, ഒന്ന് സോട്ടൂത്ത് ജനറേറ്റർ, രണ്ടാമത്തെ മൾട്ടി വൈബ്രേറ്റർ, മൂന്നാമത്തത് ബ്ലോക്കിംഗ് ഓസിലേറ്റർ. അപ്പോൾ ഇന്ന് നമ്മൾ പറയുന്നത് മൾട്ടി വൈബ്രേറ്റർ എന്താണെന്നുള്ളതാണ്. MV എന്ന് പറയും, MV മൾട്ടി വൈബ്രേറ്റർ. അക്കോർഡിംഗ് ടു ദ ഡെഫിനിഷൻ, എ മൾട്ടി വൈബ്രേറ്റർ ഈസ് എ 2-stage resistance coupled amplifier with a positive feedback from the output of one amplifier to the input of the other. According to the definition, a multivibrator is a 2-stage resistance coupled amplifier. Resistance coupled amplifier with a positive feedback from one output of the amplifier, from the output of one amplifier to the input of other. ഒരു പോസിറ്റീവ് ഫീഡ്ബാക്ക് ആംപ്ലിഫയർ ആണ്. 2 ആംപ്ലിഫയേഴ്സാണ് ഉള്ളത്. ഒന്നിൻ്റെ ഔട്ട്പുട്ട് മറ്റതിൻ്റെ ഇൻപുട്ടായിട്ട് മാറും. The 2 transistors are connected in feedback so that one controls the state of the other. അപ്പോൾ 2 ട്രാൻസിസ്റ്റേഴ്സ് ബാക്ക് ടു ബാക്ക് ആണ് പിടിപ്പിക്കുന്നത്. അതിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം നമുക്ക് കാണാം. 2 transistors are connected in feedback so that one controls the state of the other. ഒന്നിൻ്റെ സ്റ്റേറ്റ് മറ്റേതാണ് കൺട്രോൾ ചെയ്യുന്നത്. Hence the on and off states of the whole circuit and the time periods for which the transistors are driven into saturation or cut off are controlled by the conditions of the circuit. അപ്പോൾ എന്താണ് നോക്കുക, 2 transistors are connected in feedback. ഫീഡ്ബാക്കാണ് കണക്ട് ചെയ്യുന്നത്. ഒന്ന് രണ്ടാമത്തിൻ്റെ ഫീഡ്ബാക്ക് സർക്യൂട്ടായിട്ട് മാറും. സോ ദാറ്റ് വൺ കൺട്രോൾസ് സ്റ്റേറ്റ് ഇൻ ദി അതർ. സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഹൈ സ്റ്റേറ്റിൻ്റെ ലോ സ്റ്റേറ്റ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ ബൈനറി കോൺടെക്സ്റ്റിൽ പറയുകയാണെങ്കിൽ 1 ആണ് ഹൈ സ്റ്റേറ്റ്, 0 ആണ് ലോ സ്റ്റേറ്റ്, പോസിറ്റീവ് ലോജിക്കൽ. Hence, the on and off states of the whole circuit and the time periods for which the transistors are driven into saturation or cut off. Cut off means 0 voltage, saturation means maximum voltage. Cut into saturation or cut off are controlled by the conditions of the circuit. Following figure shows the block diagram of a multivibrator. ഇതാണ് ഒരു മൾട്ടിവൈബ്രേറ്ററിൻ്റെ ബ്ലോക്ക് ഡയഗ്രാം. ഫസ്റ്റ് സ്റ്റേജ് ആംപ്ലിഫയർ ആണ്, സെക്കൻഡ് സ്റ്റേജ് ആംപ്ലിഫയർ ആണ്. അതൊരു സീരീസ് പാരലൽ ഫീഡ്ബാക്ക് കൊടുത്തിരിക്കുന്നത്. അതായത് പാരലൽ കണക്ഷൻ അങ്ങോട്ട് വന്നിട്ട് ഔട്ട്പുട്ടിൽ വന്നിട്ട് ഇവിടെ ഇൻപുട്ട് സീരീസ്. അപ്പോൾ ഇത് പരസ്പരം കൺട്രോൾ ചെയ്യുന്ന 2 ട്രാൻസിസ്റ്റർ ആംപ്ലിഫയർ സർക്യൂട്ടുകളാണ്. ഔട്ട്പുട്ട് നമ്മൾ ആ കാണുന്ന പോലെ കാണിക്കും. ഇനി ആക്ച്വൽ കണക്ഷനിലേക്ക് വരാം. ലെറ്റ് us see the actual circuit. Depending upon the manner in which these 2 states are interchanged, the multivibrators are classified into 3 types they are. അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇതിൻ്റെ ഈ സ്റ്റേറ്റ് തരിക, ഒരു സ്റ്റേറ്റ് ആണോ അല്ലെങ്കിൽ 2 സ്റ്റേറ്റ് ആണോ അതോ ഫ്രീ റണ്ണിങ് ആണോ എന്ന് തീരുമാനിക്കുന്നത് അനുസരിച്ച് നമ്മൾ 3ആയി തിരഞ്ഞെടുക്കും. ഒന്ന് സ്റ്റേബിൾ, രണ്ടാമത്തത് മോണോസ്റ്റേബിൾ, പിന്നെ ബൈസ്റ്റേബിൾ. ഔട്ട്പുട്ട് ഹൈ ആണോ ലോ ആണോ, ഹൈ ആയിട്ട് ഏറെ നേരം നിൽക്കുമോ അല്ല ലോ ആയിട്ട് മാറുമോ പെട്ടെന്ന് എന്നൊക്കെ തീരുമാനിക്കാൻ 3 തരം മൾട്ടി വൈബ്രേറ്ററാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഓരോന്നും എസ് എ ടൈപ്പാണ്. ഫസ്റ്റ് വൺ അസ്റ്റേബിൾ ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് എസ് എ. ദ ഫസ്റ്റ് മൾട്ടി വൈബ്രേറ്റർ വി കോൾ ആസ് അസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റർ. ആൻഡ് അസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റർ ഈസ് സച്ച് എ സർക്യൂട്ട് ദാറ്റ് it automatically switches between the 2 states continuously without the application of any external pulse for its operation. പ്രവർത്തനത്തിന് എക്സ്റ്റേണൽ പൾസ്, ട്രിഗർ പൾസ് ഇല്ലാതെ ഇത് തുടർച്ചയായി വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. ഓട്ടോമാറ്റിക്കൽ സ്വിച്ചസ് ഓൺ ആൻഡ് ഓഫ് ആണ്. ഓട്ടോമാറ്റിക്കായി ഫ്രീ റണ്ണിങ് എന്നാണ് പറയുന്നത്. ഫ്രീ റണ്ണിങ്
ആസ് ദിസ് പ്രൊഡ്യൂസസ് എ കണ്ടിന്യൂസ് സ്ക്വയർ വേവ്, ഒരു കണ്ടിന്യൂസ് സ്ക്വയർ വേവ് ആണ് അസ്റ്റേബിൾ തരുന്നത്. ആസ് ദിസ് പ്രൊഡ്യൂസസ് എ കണ്ടിന്യൂസ് സ്ക്വയർ വേവ് ഔട്ട്പുട്ട് ഇറ്റ് ഈസ് കോൾഡ് ആസ് എ ഫ്രീ റണ്ണിങ് മൾട്ടി വൈബ്രേറ്റർ. ദ ഡി സി പവർ സോഴ്സ് ഈസ് എ കോമൺ റിക്വയർമെൻറ്റ്. ഇപ്പോൾ ഡി സി പവർ മാത്രം കൊടുത്തു കഴിഞ്ഞാൽ സർക്യൂട്ട് നമുക്ക് ഒരു സ്ക്വയർ വേവ് ജനറേറ്റ് ചെയ്യും ഓട്ടോമാറ്റിക്കായിട്ട്. അതുകൊണ്ട് ഇതിനെ ഫ്രീ റണ്ണിങ് മൾട്ടി വൈബ്രേറ്റർ എന്ന് പറയും. സ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റർ ഈസ് ഓൾസോ കോൾഡ് ഫ്രീ റണ്ണിങ് മൾട്ടി വൈബ്രേറ്റർ. ദ സെക്കൻഡ് വൺ ഈസ് മോണോസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റർ. അപ്പോൾ ഇതിന് ഒരു ഓൺ സ്റ്റേറ്റ് മാത്രമേ, ഒരു സ്റ്റേറ്റ് മാത്രമേ കാണുകയുള്ളൂ. മറ്റേ സ്റ്റേറ്റിൽ ടൈം ഡ്യൂറേഷൻ വരത്തില്ല. മോണോസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റർ. എ മോണോസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റർ ഹാസ് എ സ്റ്റേബിൾ സ്റ്റേറ്റ് ആൻഡ് എ കോസി സ്റ്റേബിൾ സ്റ്റേറ്റ്. ഒരു സ്റ്റേബിൾ സ്റ്റേറ്റ് ഉണ്ട്, പിന്നെ കോസി സ്റ്റേബിൾ ഈസ് അൺസ്റ്റേബിൾ സ്റ്റേറ്റ്. This has a higher trigger input to one transistor, so one transistor changes the state automatically while the other one needs a trigger input to change its state. ഒന്നിൻ്റെ സ്റ്റേറ്റ് ഓട്ടോമാറ്റിക്കായിട്ട് മാറും, മറ്റതിന് ഒരു ട്രിഗർ ഇൻപുട്ട് വേണ്ടി വരും. ഒരു സ്റ്റേബിൾ സ്റ്റേറ്റാണ് മോണോസ്റ്റേബിളിനുള്ളത്. ഇനി മൾട്ടി വൈബ്രേറ്റ് ബൈസ്റ്റേബിൾ വിളിക്കുന്ന മറ്റൊരു പേരാണ് ഫ്ലിപ്പ് ഫ്ലോപ്പ് സർക്യൂട്ട്. ഫ്ലിപ്പ് ഫ്ലോപ്പ് സർക്യൂട്ട്, FF എന്ന് പറയും. എ ബൈസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റർ ഹാസ് ബോത്ത് ദി ടു സ്റ്റേറ്റ്സ് സ്റ്റേബിൾ. രണ്ട് സ്റ്റേറ്റ് സ്റ്റേബിളാണ്. ഓൺ സ്റ്റേറ്റും ഓഫ് സ്റ്റേറ്റും സ്റ്റേബിളാണ്. വൺ സ്റ്റേറ്റും സീറോ സ്റ്റേറ്റും സ്റ്റേബിളാണ്. എ ബൈസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റർ ഹാസ് both the two states stable. It requires two trigger pulses to be applied to change the states. Until the trigger input is given, this multivibrator cannot change its state. It is also known as flip-flop multivibrator, or simply FF, flip-flop. ബൈസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്ററിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ഫ്ലിപ്പ് ഫ്ലോപ്പ്. നിങ്ങൾ RS JK ഒക്കെ പഠിക്കും എവിടെയെങ്കിലും. RS JK MS മാസ്റ്റർ സ്ലേവ് ഫ്ലിപ്പ് ഫ്ലോപ്പ് ഒക്കെ പഠിക്കാനുണ്ട്. എ ബൈസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റർ ഹാസ് ബോത്ത് ടു സ്റ്റേറ്റ് സ്റ്റേബിൾ. രണ്ട് സ്റ്റേറ്റ് സ്റ്റേബിളാണ്. ഇറ്റ് റിക്വയർസ് ടു ട്രിഗർ പൾസസ്. രണ്ട് ട്രിഗർ പൾസ് വേണം ടു ബി അപ്ലൈഡ് ടു ചേഞ്ച് ദ സ്റ്റേറ്റ്. അണ്ടിൽ ദ ട്രിഗർ ഇൻപുട്ട് ഇസ് ഗിവൺ ദിസ് മൾട്ടി വൈബ്രേറ്റർ കനോട്ട് ചേഞ്ച് ദ സ്റ്റേറ്റ്. അപ്പോൾ ട്രിഗർ ഇൻപുട്ട് വന്നില്ല എങ്കിൽ ഇതിന് സ്റ്റേറ്റ് ഹൈ സ്റ്റേറ്റോ ലോ സ്റ്റേറ്റോ അത് ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല. ഇറ്റ് ഈസ് കോൾഡ് ഫ്ലിപ്പ് ഫ്ലോപ്പ്. അപ്പോൾ ഓരോ ടൈപ്പും പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ വേവ് ഫോമിൻ്റെ രൂപമാണ് ഇവിടെ വരയ്ക്കുന്നത്. നോക്ക്, ഓരോന്നും തരുന്ന വേവ് ഫോമിൻ്റെ ഒരു ഡയഗ്രമാണ് വരച്ചിരിക്കുന്നത്. To get a clear idea on the above discussion, let us have a look at the following figure. ഈ പടം നോക്കുക. അപ്പോൾ മൂന്നിൻ്റെയും ആ വർക്കിംഗ്, മൂന്നിൻ്റെയും വേവ് ഫോം ഈ ചിത്രം നോക്കി മനസ്സിലാക്കാവുന്നതാണ്. വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദി വർക്കിംഗ് of the three types, that is stable, monostable and bistable multivibrators used in this figure. Stable, the first one is stable multivibrator. No input is required, only DC biasing voltage is enough. No input is required. Waveform is a square wave, a free running wave form. A square wave is obtained. It is free running, not work ചെയ്യാനായിട്ട് ട്രിഗർ പൾസ് ഇൻപുട്ട് പൾസ് അങ്ങനെ കൊടുക്കണ്ട. നമ്പർ 2, മോണോസ്റ്റേബിൾ മൾട്ടിവൈബ്രേറ്റർ. നമ്മൾ T1 ഡ്യൂറേഷനിൽ ഒരു ട്രിഗർ പൾസ് കൊടുക്കുകയാണ്. അപ്പോൾ ഇവിടെ അത് സ്റ്റേബിളായിട്ട് കുറച്ച് നേരം നീക്കും. ആ T1 ടൈം കാണിച്ചിട്ടുണ്ട്. ഇനി ബൈസ്റ്റേബിൾ 2 ട്രിഗർ പൾസ് കൊടുക്കണം. 2 ട്രിഗർ പൾസ്. അപ്പോൾ ഔട്ട്പുട്ടിൽ 2 ടൈം വരും. ബൈസ്റ്റേബിൾ ഒരു ഓൺ സ്റ്റേറ്റ് ഓഫ് സ്റ്റേറ്റ് അങ്ങനെ 2 സ്റ്റേറ്റ് അതിന് ഉണ്ട്. 2 ടൈം അവിടെ കാണിച്ചിട്ടുണ്ട്. T1 T2 2 ട്രിഗർ പൾസ് വേണ്ടി വരുന്നത്. അപ്പോൾ ഇതൊരു ചെറിയ ഒരു ക്ലാസ്സാണ്. ഇതിൽ ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ് ഇങ്ങനെയാണ്. നമ്പർ 1, വാട്ട് ആർ മൾട്ടി വൈബ്രേറ്റേഴ്സ്, ഗീവ് ദിയർ ക്ലാസിഫിക്കേഷൻസ്. ഇപ്പം 3 എണ്ണമാണ് ഉള്ളത്. എന്താണ് മൾട്ടി വൈബ്രേറ്റർ എന്ന് പറയണം, അവയുടെ ക്ലാസിഫിക്കേഷനും പറയണം. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് എ സ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റർ. അതുപോലെ അത് 3 നമ്മൾ ഓരോ സെൻറ്റൻസ്, ഈ 2 സെൻറ്റൻസ് കൊടുത്തിട്ടുണ്ട്, അത് എഴുതിയാൽ മതി. അസ്റ്റേബിൾ എന്താണ്, മോണോസ്റ്റേബിൾ എന്താണ്, ബൈസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റർ എന്താണ് എന്നുള്ളത് നമ്മൾ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അതാണ് ഉത്തരം പറയേണ്ടത്. അത് 3 ക്വസ്റ്റ്യനായിട്ട് ചോദിക്കുക. ഇതുകൊണ്ടാണ് ഞാൻ സാമ്പിൾ
കൊടുത്തിരിക്കുന്നത്. ഇവിടെ സാമ്പിൾ ക്വസ്റ്റ്യൻ ഇസ് ഗിവൺ. The monostable or bistable can be also asked in this manner. Next question, compare the 3 types of multivibrators. അതൊന്ന് കമ്പയർ ചെയ്യുക. അപ്പം മൂന്നിനെക്കുറിച്ചും എഴുതിയാൽ മതി. പ്രത്യേകിച്ച് ആ വ്യൂഹം ഒന്ന് കാണിച്ചാൽ മതി, അല്ലാതെ വ്യത്യാസമായിട്ട് പറയണ്ട. മൂന്നൊന്ന് എക്സ്പ്ലെയിൻ ചെയ്താൽ മതി. That is all with your 29th lecture. We pass on to the next class, stable. Thank you. Thank you very much.